ഹലോ, ഇന്നലെ ഒരുപാട് പേർക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടി. ഈ ടൂള് കിട്ടിയിട്ട് പല ആൾക്കാരും ഇത് ധൃതിയിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്ത് തെറ്റായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ട് പേ ഔട്ട് ടൂളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓൾറെഡി പേ ഔട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു പേ ഔട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റ് സെറ്റപ്പ് ചെയ്ത് സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പേ ഔട്ടിലേക്ക് കണക്ട് ആവും. നിങ്ങൾ രണ്ടോ മൂന്നോ പേ ഔട്ട് ടൂള്, അതായത് ചില ആൾക്കാർ ഒരു പ്രാവശ്യം ചെയ്ത് ശരിയായില്ല, രണ്ടാമത് ചെയ്ത് ശരിയായില്ല, മൂന്നാമത് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ശരിയായി വരുന്നത്. അപ്പോൾ ഈ നമ്മളത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഏത് പേ ഔട്ട് ടൂളായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പേ ഔട്ട് ടൂളായിരിക്കണം നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേ ഔട്ടുമായിട്ട് കണക്ട് ആയിട്ട് നമ്മൾക്ക് ഏണിങ്സ് ഒന്നും ലഭിക്കാത്ത രീതിയിലാവും. അതുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക നമ്മുടെ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള പേ ഔട്ട് ടൂൾ ഏതാണ്, ആ പേ ഔട്ട് ടൂളിന്റെ ഐഡിയ ഏതാണ്, പേ ഔട്ട് ടൂളിന്റെ പേരെന്താണ്, അത് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ ടൂളുമായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നിലവിൽ അങ്ങനെ 2-3 പേർക്ക് ഇപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നലെ ഒരുപാട് പേർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ധൃതിയിൽ അവര് ചെന്ന് ചാടി സൈനപ്പ് കൊടുത്തിട്ട് വേറെ ഏതൊക്കെ പേ ഔട്ട് നിലവിൽ ആക്റ്റീവ് അല്ലാത്ത പേ ഔട്ടിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. അത് ആയിക്കഴിഞ്ഞാൽ രണ്ടാമതായി ശരിയാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് മെറ്റാ ടീമുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേണം അത് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ഇത് അറിഞ്ഞിട്ട് വേണം ചെയ്തു കൊടുക്കാൻ. ഓക്കെ.